ഹലോ നമസ്കാരം, ശക്തി വ്ലോഗ് ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇത് നമ്മുടെ റെഡ് മറൂണിൻ്റെ ഒരു പ്ലാന്റ് ആണ്. റെഡ് വെറൈറ്റി കുറച്ച് ഇരിപ്പുണ്ട്. ആർക്കെങ്കിലും പ്ലാന്റ് ആവശ്യമുണ്ടെങ്കിൽ 8848296441 ഒരു മെസ്സേജ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് പോകാം. നമ്മൾ ഇന്ന് വീട്ടിൽ കുറേ അധികം മാങ്ങ പറിച്ചു കേട്ടോ. ഇത് പഴുപ്പിക്കാനായിട്ട് പറിച്ചു വെച്ച മാങ്ങയാണ്. ഇത് പഴുത്ത മാങ്ങയാണ്. ഇത് പഴുത്ത മാങ്ങ തന്നെയാണ്, പക്ഷേ വ്യത്യസ്തങ്ങളായിട്ടുള്ള 3 മാങ്ങകളാണ്. നമുക്കാദ്യം നോക്കാം. ഇത് നമ്മൾ കപ്പമാങ്ങ എന്നാണ് നമ്മുടെ നാട്ടിൽ ഇതിന് പറയുക കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ ഇത് പച്ചയായിട്ട് തോന്നുന്നുണ്ടാവും, പക്ഷേ ഇതിനകം പഴുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു 2 ദിവസം കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. ഇതിന് നമ്മുടെ നാട്ടിൽ പറയുന്നത് കപ്പമാങ്ങ എന്നാണ്, പക്ഷേ തിരുവനന്തപുരത്ത് ഇതിന് പറയുന്നത് കോട്ടൂർക്കോണം എന്നാണ് ഈ മാങ്ങയ്ക്ക് പറയുക. കോട്ടൂർക്കോണം മാങ്ങ എന്നാണ് ഇത് പറയുക കേട്ടോ. ഇത് ശരിക്കും തിരുവനന്തപുരംകാരിയാണ്. അതായത് എൻ്റെ മൂത്ത ചേച്ചി തിരുവനന്തപുരം ISROയിലെ ക്വാർട്ടേഴ്സിലാണ് താമസിച്ചിരുന്നത്. അപ്പോൾ ചേച്ചി അവിടെ നിന്ന് വന്നപ്പോൾ ഒരു മാങ്ങ കിളിപ്പിച്ച് ഒരു മാവും തൈ കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ നട്ട് അതിൽ നിന്നുണ്ടായ മാങ്ങയാണിത് കേട്ടോ. ഈ മാങ്ങ മുറിച്ചാൽ ഈ കളറുണ്ടോ, ഈ ഒരു കളറുണ്ടോ, ഈ കളറാണ് ശരിക്കും മുറിച്ചാൽ ഈ മാങ്ങയ്ക്ക് അകം നല്ല ചുമന്നിരിക്കും കേട്ടോ. നല്ല ടേസ്റ്റ്, നല്ല മധുരമാണ് ഇതിന് പുളിയില്ല, നല്ല തേൻ മധുരമാണ് ഈ മാങ്ങയ്ക്ക്. ഇത് നമ്മളെയൊക്കെ വീടുകളിൽ സാധാരണ കാണുന്ന മൂവാണ്ടൻ മാങ്ങയാണ്. പക്ഷെ മൂവാണ്ടൻ മാങ്ങയ്ക്ക് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതിന് ഭയങ്കര കറയാണ്. ഭയങ്കര നമ്മുടെ ഇവിടെ പറയുന്ന ചൊന എന്നാണ് പറയുക. ഭയങ്കര, അതായത് ഇത് കഴിച്ച് കഴിയുമ്പം ചുമയ്ക്കും ഭയങ്കരമായിട്ട്. തൊണ്ടയ്ക്ക് ഇങ്ങനെ കാറൽ പോലെ വരും. ഇതിൻ്റെ ചൊന എത്ര നമ്മളിങ്ങനെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ കളഞ്ഞാലും പിന്നെ നമ്മുടെ തൊണ്ടയ്ക്ക് ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇത് മൂവാണ്ടൻ മാങ്ങ, നല്ല മധുരമുള്ള മാങ്ങയാണിത്. ഇത് നാട്ടുമാങ്ങ കേട്ടോ. ഇത് നല്ല മധുരമുള്ള, ഇത് മധുരവും പുളിയും കൂടെ ഉള്ളതാണ്. ഇത് നാട്ടുമാങ്ങയാണ്. അപ്പോൾ ഇത്രയും വെറൈറ്റികളാണ് ഇന്ന് നമ്മുടെ വീട്ടിൽ പറിച്ച മാങ്ങകളുടെ ശേഖരം കേട്ടോ. ഇപ്പം നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇത്രയും സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് പഴുത്ത മാങ്ങയും പച്ചമാങ്ങയൊക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട് കേട്ടോ. അതിൽ നമ്മൾ ഇന്നിപ്പോൾ ഈ മാങ്ങ നമ്മൾ പഴുപ്പിക്കാനായിട്ട് മാറ്റി വെക്കും. ഇത് നമ്മൾ പുഡിംഗ് ഉണ്ടാക്കും. ഈ നമ്മുടെ കപ്പമാങ്ങ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കും. ഇത് നമ്മൾ ജാമായിട്ട് മാറ്റും. പിന്നെ ഇത് നമ്മൾ ഇതിൻ്റെ പൾപ്പെടുത്ത് വെക്കും, ജ്യൂസായിട്ടോ എന്തെങ്കിലും എടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും ഫിക്സാണ്. ഇത് രണ്ടും നമ്മൾ ഫിക്സ് ചെയ്ത് പുഡിങ്ങും നമ്മൾ ജാമും ഉണ്ടാക്കാനായിട്ട് തീരുമാനിച്ചിരിക്കുക. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം. നിങ്ങളുടെ വീട്ടിലും ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതൊക്കെ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അല്ലെ ഒരുപാട് കിട്ടും നമ്മൾ ശേഖരിച്ച് വെക്കുന്ന പുതിയ മാർഗ്ഗങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം. അടുത്ത ദിവസം അടുത്ത കുറച്ച് വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാവുന്ന പ്രത്യാശയോടുകൂടി നിർത്തട്ടെ. ഓക്കെ, താങ്ക് യു, ബൈ.